വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം 21-ാം ദിവസം. പ്രത്യാശയുടെ പിതാവായ യൗസേപ്പ്. ദൈവവചനം: നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നുപോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നു. മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ അത് കണ്ടതാണല്ലോ. ധ്യാനം: ദൈവമായ കർത്താവ് ഇസ്രായേലിനെ പരിശീലിപ്പിച്ചതുപോലെ യൗസേപ്പ് യേശുവിനെ പരിശീലിപ്പിച്ചു. നടക്കുവാൻ പഠിപ്പിച്ചു, വചനഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു, ആർദ്രമാർന്ന സ്നേഹത്തോടെ പെരുമാറാൻ അഭ്യസിപ്പിച്ചു, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു, പ്രതിസന്ധികളെ ധീരമായി നേരിടാൻ കരുത്തു പകർന്നു. ഒരുപക്ഷെ ദൈവസുതൻ്റെ ജനനത്തിന് ശേഷം പരസ്യജീവിതത്തിൻ്റെ നാൾ വരെയുള്ള കാലഘട്ടത്തിൽ അതിമാനുഷികമായ എന്തെങ്കിലും അത്ഭുതങ്ങൾ ദൈവം ഇവർക്കായി ഒരുക്കിയിരുന്നുവോ എന്ന് സംശയമാണ്. ഒരമ്മയും അപ്പനും മകനും ചേർന്ന ജീവിതത്തോട് മല്ലിട്ട് അവർ തന്നെ നിരന്തരം അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് നമ്മുടെ മേലുള്ള വിശ്വാസം എത്രയോ ഉന്നതമാണ്. യുദ്ധം ചെയ്യാൻ കൈകളെയും പടപൊരുതാൻ വിരലുകളെയും പരിശീലിപ്പിച്ച് അവിടുന്ന് നമ്മെ അയക്കുന്നു. ആശ്വാസപ്രദമായ വഴികളിലൂടെയല്ല യോസേപ്പും കുടുംബവും സഞ്ചരിച്ചത്. ജീവിതം ആരംഭിക്കും മുമ്പ് തന്നെ മറിയവുമായുള്ള ബന്ധത്തിൽ ആന്തരിക സംഘർഷം അനുഭവിക്കേണ്ടി വന്നു. എത്രയോ രാത്രികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. മറിയത്തിൽ വന്നിറങ്ങിയ ദൈവസുതൻ്റെ പിതാവാകുവാനുള്ള യോഗ്യത തനിക്കില്ല എന്ന ചിന്തയിൽ അവളെ അകറ്റി നിർത്താൻ ശ്രമിച്ചപ്പോഴാണ് ദൈവദൂതൻ പറയുന്നത്: ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇതോടെ യൗസേപ്പിൽ പിതൃത്വത്തിൻ്റെ അവകാശങ്ങൾ മാത്രമല്ല, വലിയ പ്രത്യാശയുടെ ശക്തി കൂടി നിറഞ്ഞു എന്നോർക്കുക. തുടർന്നങ്ങോട്ട് ജീവിത വഴികളിൽ നൽകപ്പെട്ട ഓരോ പ്രതിസന്ധിയിലും യൗസേപ്പ് കുലുങ്ങിയില്ല. കാരണം ദൈവം പറഞ്ഞ വാക്കുകൾ അവൻ ഓർക്കുന്നു: ഭയപ്പെടേണ്ട. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക എന്ന് അബ്രാഹത്തോട് പറഞ്ഞപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെയാണ് അവൻ യാത്ര പുറപ്പെട്ടത്. തന്നോട് വാഗ്ദാനം ചെയ്ത ദൈവം തന്നേക്കാൾ വിശ്വസ്തനാണെന്ന് അബ്രഹാം കണ്ടു. മറിയത്തെ സ്വീകരിച്ചപ്പോഴും ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും മടങ്ങി നസ്രത്തിലെത്തിയപ്പോഴും കൃത്യമായ വഴികളൊന്നും യൗസേപ്പിൻ്റെ മുമ്പിലും ഉണ്ടായിരുന്നില്ല. നമ്മെ വിളിച്ച ദൈവം നമ്മേക്കാൾ നമ്മെ കരുതുമെന്ന് കണ്ടാൽ പിന്നെ നിരാശപ്പെടേണ്ടി വരില്ല. പ്രതീക്ഷ മങ്ങുന്ന ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് യൗസേപ്പ് പിതാവെ അവിടുന്ന് അറിയണമേ. മഹാമാരികളുടെ വൈറസിനേക്കാൾ പല മടങ്ങ് ശക്തിയിലാണ് നിരാശയുടെ വൈറസുകൾ സമൂഹ വ്യാപനം ചെയ്യുന്നത്. കുടുംബത്തകർച്ച, വിവാഹമോചനം, ആത്മഹത്യകളുടെ പെരുപ്പം, തൊഴിലില്ലായ്മ, ആത്മീയ മരവിപ്പ്, ധാർമ്മിക ശോഷണം ഇവയെല്ലാം കൊണ്ട് ലോകത്തിൻ്റെ സുസ്ഥിതി തകർക്കപ്പെടുമ്പോൾ പ്രത്യാശയുടെ വെളിച്ചം അരണ്ടുപോകുന്നു. ആത്മീയ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലുമുള്ള അധപതനങ്ങൾ ഞങ്ങളുടെയൊക്കെ ഭീതിയിലാക്കുന്നു. വരും തലമുറയെക്കുറിച്ചുള്ള ആശങ്കകളും ആവലാതികളും ഞങ്ങൾക്ക് ഏറെയുണ്ട് എന്ന് ഞങ്ങളുടെ പുണ്യപിതാവായി നീ അറിയുന്നുവല്ലോ. വ്യക്തിപരമായ ജീവിതങ്ങളിൽ ബലഹീനതകൾ ഞങ്ങളെ വേട്ടയാടുന്നു. ദാമ്പത്യ ബന്ധങ്ങളിൽ വിശ്വസ്തത കുറയുന്നു. പ്രത്യാശിക്കാനാവാത്ത വിധം ചില നേരങ്ങളിൽ ഞങ്ങളാകെ തളർന്നു പോകുന്നു. രക്ഷകൻ്റെ പാലകനായ പുണ്യപിതാവേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന. ഓ വിശുദ്ധ യൗസേപ്പേ, പ്രത്യാശയറ്റുപോയവരുടെ ശരണമേ, അഗതികളുടെ സഹായിയെ, രോഗികളുടെ ആശ്രയമേ, നിന്നിൽ സ്വർഗം പകർന്നു തന്ന പ്രത്യാശ ഞങ്ങൾക്കും പങ്കുവെച്ച് തരണമേ. പ്രത്യാശയുടെ പിതാവേ, നിരാശയുടെ ചുഴിയിൽ നിന്നും മാനവരാശിയെ കരകയറ്റാൻ സഹായിക്കണമേ. ആമേൻ.